KSRTC അവിടുന്ന് ഓവർടേക്ക് ചെയ്ത് 2 കാറിനെ ഓവർടേക്ക് ചെയ്ത് എൻ്റെ ക്രെയിനിൽ ഇടിക്കുകയും ഈരാറ്റുപേട്ടയിൽ നിന്ന് തൊടുപുഴ റോഡിലും തൊടുപുഴയിൽ നിന്ന് മുട്ടൻ റോഡിലും 2 സൈഡിലും അവിടെ സിഗ്നൽ കൊടുത്ത ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ EKKയുടെ ബോർഡും വെച്ചിട്ടുണ്ടായിരുന്നു. അതും ശ്രദ്ധിക്കാതെ മറികടന്നാണ് വന്ന് എൻ്റെ വണ്ടിക്ക് ക്രെയിനിക്ക് കയറി ഇടിച്ചത്. ഞാൻ തെറിച്ച് വീഴുകയും ആശുപത്രിയിലാകുകയും അതിനുശേഷം എൻ്റെ പേരിൽ കേസെടുക്കുകയും ചെയ്തു പോലീസ്. ഇതാണ് നമ്മുടെ ഈരാറ്റുപേട്ട മുട്ടം തൊടുപുഴ റോഡാണ്. ഇവിടെ കാഞ്ഞിരംകവലയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം ഒരു അപകടം ഉണ്ടായി. ഇവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ക്രെയിനിൽ ഒരു KSRTC ബസ് ഇടിച്ചു. ഇടിച്ചതിൻ്റെ ഫലമായി പോലീസ് വരികയും കേസെടുക്കുകയും കേസെടുത്തത് പക്ഷേ ക്രെയിൻ ഓടിച്ചിരുന്നില്ല. ക്രെയിനിൻ്റെ ഉള്ളിലിരുന്ന വെറുതെ ഇരുന്ന ഒരു ചേട്ടനെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് എന്നാണ് ചേട്ടൻ ആരോപിക്കുന്നത്. ചേട്ടാ എന്തുണ്ടായെന്ന്? അന്ന് 19-ാം തീയതിയാണ് സംഭവം. ഈ സംഭവം എന്താ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ എന്നെ ഇവിടെ തടി ലോഡ് ചെയ്യണം പറഞ്ഞിട്ട് വിളിച്ചോണ്ട് വന്നിരുന്നേ. വിളിച്ചോണ്ട് വന്ന് ഞാനത് വന്ന് കാണുകയും ആ സ്ഥലം സൈറ്റ് കാണുമ്പോഴത്തേന് എൻ്റെ ക്രെയിൻ ഉപയോഗിച്ചത് ട്രാഫിക് ഈ സ്ഥലം കുറച്ച് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വഴി വീതി ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു. അന്നേരം അങ്ങനെ നിർത്തിയിട്ട് ഞാൻ പോകാൻ വേണ്ടി എന്നോട് അവർ പൊക്കോളാൻ വേണ്ടി പറഞ്ഞായിരുന്നു. വന്നപ്പോൾ തന്നെ പൊക്കോളാൻ പറഞ്ഞു. അതെ, ഒരു 10 മിനിറ്റ് വന്ന് കണ്ട് സംസാരിച്ച് ഒരു 10 മിനിറ്റുള്ളിൽ പൊക്കോളാൻ പറഞ്ഞു. അന്നേരം പോകാൻ വേണ്ടി ഞാൻ വണ്ടി നേരെ മുട്ടം ഭാഗത്തേക്ക് തിരിച്ചിട്ട് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേനും കാഞ്ഞിരംകാവിൽ നിന്ന് മുട്ടത്തേക്ക് വരാൻ വേണ്ടി 2 കാറുകാർ വന്ന് നമ്മുടെ ക്രെയിനിൻ്റെ മുമ്പിൽ നിൽക്കുമായിരുന്നു. ആ കാറ് നിന്നതിനാല എനിക്ക് പോകാൻ സാധിച്ചില്ല. ഈ ബസ് ഓവർടേക്ക് ചെയ്ത് എൻ്റെ ഭയങ്കര വേഗത, സൂപ്പർ ഫാസ്റ്റ്. അപ്പൊ അങ്ങനെ വന്ന അപ്പം മുന്നിൽ നിർത്തിയിട്ട കാറിനെ മൈൻഡ് ചെയ്യാതെ ഓവർടേക്ക് ചെയ്ത് കയറി വന്ന് അതെ എൻ്റെ ക്രെയിനിലേക്ക് വന്ന് ഇടിക്കുമായിരുന്നു. ഇടിച്ചു കയറി. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ കേസെടുത്തപ്പോൾ എന്ത് പറ്റി? കേസെടുത്തപ്പോൾ നേരെ പോലീസ് എൻ്റെ പേരിലേക്കാണ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. KSRTC ബസ് എന്നെ ഇടിക്കുമായിരുന്നുണ്ടായിരുന്നത്. എന്നിട്ട് ഇവിടെ കൂടെ നിന്ന ആളുകളൊക്കെ എന്നാ പറഞ്ഞു? കൂടെ നിന്ന ആൾക്കാരെല്ലാം KSRTC ബസ്സിൻ്റെ എതിരാണ് തെറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് യാത്രക്കാരും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ബസ് അമിത സ്പീഡിൽ വരുന്നു, ബസ്സിന് എന്തോ തകരാറ് കാരണം അവിടുന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രോബ്ലം ഉണ്ടായിരുന്ന ബസ്സായിരുന്നാണ് പറയുന്നത്. അതെ അല്ലേ, യാത്രക്കാർ. അപ്പോൾ എന്തായാലും ഇവിടെ ഇറക്കത്തിൽ ബ്രേക്ക് കിട്ടാതെ വന്നോ ഇല്ല എങ്ങനെയോ നിയന്ത്രണം വിട്ട് വന്ന് കാറുകാരെ ഓവർടേക്ക് ചെയ്ത് റോങ് സൈഡ് വന്ന് ഇടിക്കുമായിരുന്നു അല്ലേ? കൂടി നിന്നവരെല്ലാം എല്ലാവരും സമ്മതിക്കുകയും ചെയ്തതാണ്. പക്ഷേ FIR വന്നപ്പോൾ ചേട്ടൻ ബസ്സിൽ ഇടിപ്പിച്ചു എന്നായി. അതെ, FIRൽ ഞാൻ ഇടിപ്പിച്ച രീതിയിലാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ അത് ശരിയായ അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് അല്ലേ? അപ്പോൾ എന്തായാലും ചേട്ടൻ പറയുന്നത് എങ്ങനെയാണ്? ചേട്ടൻ ഇവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ക്രെയിനാണ്. ഇവിടെ നിർത്തിയിട്ടിരുന്ന ക്രെയിനും 2 കാറുകളും. അപ്പോൾ മുകളിൽ കിടന്ന 2 കാറുകളെ ഓവർടേക്ക് ചെയ്ത് വന്ന KSRTC ക്രെയിനിലേക്ക് ഇടിച്ചു കയറി. അപ്പോൾ ചേട്ടൻ ആശുപത്രി കൊണ്ടായല്ലേ? ഞാൻ ഒരാഴ്ച ആശുപത്രി കിടന്നു. ബോധം കെട്ടുപോയി. ഒരു 15 നിമിഷത്തേന് എനിക്ക് ബോധമില്ലായിരുന്നു. വണ്ടിയിൽ നിന്ന് തെറിച്ചു പോയി. ഇടിയുടെ ആഘാതത്തിൽ എൻ്റെ തല പോയി ക്യാബിനിൽ ഇടിക്കുകയും കാലിൻ്റെ മുട്ടിനെല്ലാം പരുക്കായിരുന്നു. ബോധം വന്നപ്പോഴാണ് ചേട്ടനാണ് പ്രതിയാണെന്ന് മനസ്സിലായത്. അതെ. ഇതാണ് സ്ഥലം. അപ്പോൾ ഇത് കയറി പോകുന്ന ബസ്സുകളും വാഹനങ്ങളും ചേർന്ന് സ്ലോ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ ഇറങ്ങി വരുന്ന വണ്ടികൾ ഭയങ്കര സ്പീഡിലാണ്. ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുള്ള ഏരിയയാണിത്. ഇപ്പോൾ ഈ കാഞ്ഞിരംകാവിലയിൽ നിന്ന് താഴേക്കുള്ള റോഡ് നല്ല സ്പീഡിലാണ് വാഹനങ്ങൾ വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടൊരു ബ്ലോക്ക് വരുമ്പോൾ അത് കണ്ട് ഡ്രൈവർ ഓടിക്കേണ്ടതാണ്. വാഹനം കാണുമ്പോൾ അതിനനുസരിച്ച് ചവിട്ടി നിർത്താൻ പറ്റുന്ന സ്പീഡിൽ മാത്രമേ ഓടിക്കാൻ പാടുള്ളായിരുന്നു. എന്തായാലും അങ്ങനെ നിയന്ത്രണം വിട്ട് വന്ന് ചേട്ടൻ്റെ ക്രെയിനിൽ ഇടിക്കുകയും ചെയ്തു. ഇപ്പോൾ ചേട്ടൻ്റെ ഒരു പാവം ചേട്ടൻ്റെ ജീവിതമാർഗം മുട്ടിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ക്രെയിൻ ഇറങ്ങിയോ? വണ്ടി ഇറങ്ങിയോ? ഇല്ല, ഇറങ്ങിയില്ല. പണിയിലാണ്. ഒരു 2 ലക്ഷം രൂപയുടെ വർക്കുണ്ട്. 2 ലക്ഷം രൂപയുടെ വർക്കുണ്ട്. KSRTC എത്ര നഷ്ടപരിഹാരം പറയുന്നത്? അവർക്ക് എന്നാ പറ്റി? അവർക്ക് ഫ്രണ്ടിലെ ഗ്ലാസ്, അതിന്റെ സൈഡ് ലെഫ്റ്റ് സൈഡിലെ കുറച്ച് പൊട്ടിയതേ ഉള്ളൂ. അവരെത്ര? 30,000 രൂപ അവർ പറയുന്നത്. 30,000 FIRൽ കാണിച്ചിരിക്കുന്നത്. അതെ അല്ലേ? നമ്മളെ 2 ലക്ഷം പോയി നമ്മൾ നിൽക്കും, ആശുപത്രിയിലും പോയി, പണിയും പോയി, ഒരുപാട് പോയി. അവർ 30,000 രൂപയ്ക്ക് ചേട്ടനെതിരെ കേസ് കൊടുക്കും. അതെല്ലേ? KSRTC കൊണ്ട് അങ്ങനെ ചേട്ടന് കുറച്ച് ഉപകാരമൊക്കെ ഉണ്ടായി. അത്ര അതെ. ഓക്കെ താങ്ക് യു.